എറണാകുളം ചോറ്റാനിക്കരയിൽ 19-കാരിയെ മർദ്ദിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെത്തിയ യുവാവ് പോക്സോ കേസിലെ അതിജീവിതയായ പെൺകുട്ടിയെ മർദ്ദിച്ചത്. പെൺകുട്ടി മരിച്ചു എന്ന സംശയത്തിൽ ഇയാൾ രക്ഷപ്പെട്ട് ഓടിയതാണ്. വിഷ്ണു സുരേഷ് ചേരുന്നു ലേറ്റസ്റ്റ് വിവരവുമായി. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ശനിയാഴ്ച 11 മണിയോടുകൂടി ഈ ആൺ സുഹൃത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അച്ഛനും അമ്മയും ഇല്ല. അവർ മാറിയാണ് താമസിക്കുന്നത്. ഇവരുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ 11 മണിയോടുകൂടി രാത്രി ഈ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് എത്തി ഇവർ തമ്മിൽ തർക്കത്തിലാകുന്ന ഘട്ടത്തിലാണ് ഈ പെൺകുട്ടിയെ ഇയാൾ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അതിനുശേഷം വെളുപ്പിന് 4 മണിയോടുകൂടി ഈ പെൺകുട്ടി തന്റെ മർദ്ദനത്തിൽ മരിച്ചു എന്നൊരു സംശയത്തിലാണ് ഇയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അന്ന് വൈകിട്ട് 4 മണിക്ക് ബന്ധു ഈ വീട്ടിലെത്തുമ്പോഴാണ് ഈ കുട്ടിയെ സോഫയിൽ ഇങ്ങനെ അബോധാവസ്ഥയിൽ കാണുന്നത്. അപ്പോഴാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ മർദ്ദനമേറ്റ കാര്യമൊക്കെ പുറം ലോകം അറിയുന്നത്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. നിലവിൽ പെൺകുട്ടി വെന്റിലേറ്ററിലാണ്. ഈ ആൺ സുഹൃത്തിനെ ചോറ്റാനിക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് വെളുപ്പിനോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. ഇയാൾ ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് വിവരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സംശയം നിലനിൽക്കുന്നത് പെൺകുട്ടിയെ ഈ വൈകിട്ടോടുകൂടി കണ്ടെത്തുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഒരു കയറ് കുരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇയാൾ കുരുക്കിയതാണോ അതല്ല എങ്കിൽ ഈ പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ മനോവിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കുട്ടിയുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. കുട്ടി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്, വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. ഈ പ്രതിയെ ഇന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. 10 മണിയോടുകൂടി ഫോറൻസിക് വിഭാഗം ഈ വീട്ടിൽ പരിശോധന നടത്തും. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.